ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം ശ്ലോകം 10. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. ശയൂവ്രതം ഗോമൃഗകാകചൈര്യാം ചിരം ചരന്നാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗക്കുടകാചലേ ത്വം താപാന്മമാപാ ഗുരുവാദനാഥ. കഴിഞ്ഞ ശ്ലോകത്തില് ഋഷഭദേവന്റെ ജീവിതചര്യകള് വിവരിച്ചിരുന്നു. മറ്റുള്ളവർക്ക് ബ്രഹ്മോപദേശം നൽകിക്കൊണ്ടാണ് സഞ്ചാരം. എങ്കിലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെ ബുദ്ധിശൂന്യനെ പോലെ ഒക്കെ ആയിരുന്നു നടന്നിരുന്നത്. നിർവികാരനായി, ഒരു വികാരവും ഇല്ലാത്തവനായി പരമാനന്ദത്തിൽ മാത്രം മുഴുകി ഭൂമി മുഴുവനും ഋഷഭദേവൻ സഞ്ചരിച്ചു. ഇനി ഋഷഭദേവന്റെ ജീവൻ മുക്താവസ്ഥ, എങ്ങനെയാണ് ആ ജീവൻ വെടിയുന്നത്, അതിനെക്കുറിച്ച് പറയുകയാണ്. പിന്നീട് അദ്ദേഹം ശയുവ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പെരുമ്പാമ്പിനെ പോലെ കിടക്കുക. പെരുമ്പാമ്പിനെ പോലെ കിടക്കുക എന്ന് പറഞ്ഞാല് പല വ്രതങ്ങളും അനുഷ്ഠിച്ചു പിന്നീട് ഋഷഭദേവൻ. അതിലൊന്നാണ് പെരുമ്പാമ്പിനെ പോലെ ഒന്നും കഴിക്കാതെ കിടക്കുക. അതാണ് ശയുവ്രതം. പെരുമ്പാമ്പ് ഇരയെ തേടി നടന്ന് പിടിക്കാൻ പോകില്ല, തൻ്റെ മുന്നിലേക്ക് വന്നുപെടുന്ന ഇരകളെ കിട്ടുന്നതിനെ വിഴുങ്ങും എന്ന് പറഞ്ഞോണം. ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കലോ ഒന്നുമില്ല, എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ കഴിക്കില്ലെങ്കിൽ ഇല്ല. അങ്ങനെ അതാണ് പെരുമ്പാമ്പിനെ പോലെ കിടക്കുക എന്ന വ്രതം. ഗോ മൃഗ കാകചൈര്യാം. ഗോ പശുക്കള്, മൃഗം മാനുകള്, കാക്കകള്, ഇവയുടെ ജീവിത രീതി ഇവയൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് വെച്ചാൽ ആ ജീവിത രീതികൾ ഇവയൊക്കെ ചിരം വളരെ കാലം ചരൻ അനുഷ്ഠിച്ച്, ഇങ്ങനെയുള്ള ജീവിത രീതികളൊക്കെ വളരെ കാലം അനുഷ്ഠിച്ചു. എന്നിട്ട് പരം സ്വരൂപം ആപ്യ, പരബ്രഹ്മസ്വരൂപത്തെ ആപ്യ പ്രാപിച്ചിട്ട്, സാക്ഷാൽ ബ്രഹ്മം തന്നെയായി തീർന്നിട്ട്, കുടകാചലേ, കുടകാദ്രിയിൽ വെച്ച്, അചലം പർവ്വതം, കുടകപർവ്വതത്തിൽ വെച്ച്, ദവാഹൃദാംഗ, ഹൃദാംഗ എന്ന് പറഞ്ഞാൽ ശരീരം ദഹിച്ചു. ഇവിടെ ദവ എന്ന് പറഞ്ഞാൽ അത് കാട്ടുതീയിൽ എന്നുള്ള അർത്ഥമാണ്. കാട്ടുതീയില് ശരീരം ദഹിച്ചു. ആ കുടകാചലത്തിൽ വെച്ച് കാട്ടുതീയിനുള്ളിൽ പെട്ട് അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു, തൻ്റെ ജീവൻ മുക്തനായി തീർന്നു, ശരീരം ഉപേക്ഷിച്ചു. വാദനാഥ, അപ്രകാരമുള്ള ശ്രീ ഗുരുവായൂരപ്പ, ഋഷഭദേവന്റെ അംശാവതാരമായിട്ട് വന്ന ഗുരുവായൂരപ്പ, ത്വം അവിടുന്ന് മമ താപാൻ, മമ എൻ്റെ, താപാൻ ദുഃഖങ്ങളെ, താപങ്ങളെ, അപാകുരു അകറ്റിത്തരേണമേ എന്നിവിടെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. ഋഷഭദേവൻ ആഹാരത്തിന് പോലും ശ്രമിക്കാതെ ഒരിടത്ത് ഇങ്ങനെ കിടന്നു. അതിനാണ് ശയുവ്രതം എന്ന രീതിയിൽ പറയുന്നത്. കാരണം ശുദ്ധിയില്ല, അശുദ്ധിയില്ല, ഇതൊന്നും ഇല്ലാതെ ഇതിൽ നിന്നൊക്കെ വിട്ട്, അതായത് വൃത്തിയായിട്ടോ വെടുപ്പായിട്ടോ ഒന്നുമല്ല, അങ്ങനെയുള്ള ഒരു ജീവിത രീതിയായിരുന്നു പിന്നീട്. ഗോമൃഗ കാകചര്യ എന്ന് പറഞ്ഞാൽ അതാണ്. ഇവരൊന്നും തൻ്റെ ശരീരം വൃത്തിയാക്കുകയോ
അങ്ങനെ ഒന്നും ചെയ്യുന്ന അവർക്ക് ശുദ്ധി പരിശുദ്ധി അതുമാതിരി അശുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെയുള്ള ആ രീതികളും എല്ലാം അനുഷ്ഠിച്ച് പിന്നീട് കുടകാചരത്തിൽ വെച്ച് കാട്ടുതീയിൽ അകപ്പെട്ട് തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ജീവൻ മുക്താവസ്ഥയിലേക്ക്, മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് എത്തിയത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം.